നമ്മളുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വിധി നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ വേണ്ടി പോകുന്നത്. BJP മൂന്നാമതും രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ ഇന്ത്യ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. ഇന്ത്യൻ ഭരണഘടന മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനാധിപത്യ മൂല്യങ്ങളുടെ വെളിച്ചത്തിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. അത് പൂർണ്ണമായും മാറ്റി മതാധിഷ്ഠിത രാഷ്ട്രത്തിന് യോജ്യമായ ഒരു ഭരണഘടനയാക്കി അതിനെ മാറ്റും എന്നുള്ള കാര്യത്തിൽ ആർക്കും സന്ദേഹമുണ്ടാകേണ്ട കാര്യമില്ല. കാരണം ആ രീതിയിലേക്കാണ് രണ്ടാം മോദി സർക്കാരിൻ്റെ ഭരണകാലത്തെ പല നിയമ ഭേദഗതികളും വിരൽ ചൂണ്ടുന്നത്. കേവലം ഉത്തരവുകളിലൂടെ നമ്മളുടെ രാജ്യത്തിൻ്റെ പേര് തന്നെ മാറ്റിയത് നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിലുണ്ടാകും. ഇന്ത്യ എന്ന പേരിന് എത്രയോ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കപ്പെടുന്ന സമയത്ത് പല പേരുകളും ഇന്ത്യക്ക് നിർദ്ദേശിക്കപ്പെട്ടു. ഭാരതം എന്ന് ഒരു കൂട്ടർ പറഞ്ഞു, ഹിന്ദുസ്ഥാൻ എന്ന് മറ്റൊരു കൂട്ടർ പറഞ്ഞു, ഇന്ത്യ എന്ന് ആവുന്നതാണ് ഉചിതം എന്ന് വേറൊരു കൂട്ടർ അഭിപ്രായപ്പെട്ടു. അങ്ങനെ കൂലങ്കഷമായ ചർച്ചകൾക്കൊടുവിലാണ് ഇന്ത്യ എന്ന് നമ്മളുടെ രാജ്യത്തിന് നാമകരണം ചെയ്യണം എന്ന് തീരുമാനിച്ചത്. ഇന്ത്യയുടെ ഭരണഘടന എങ്ങനെ ആരംഭിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചും അക്കാലത്ത് വിവാദങ്ങൾ ഉണ്ടായി. ഒരു സംഘം ആളുകൾ പറഞ്ഞത് ദൈവനാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടന തുടങ്ങണം എന്നാണ്. അതിനെ വോട്ടിനിട്ടാണ് ഇന്ത്യയുടെ അന്നത്തെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നിരാകരിച്ചത്. ഹിന്ദുമത വിശ്വാസികൾക്ക് ഭൂരിപക്ഷമുണ്ടായിരുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ വലിയ നേതാക്കന്മാരെല്ലാം ആ അഭിപ്രായത്തെ എതിർത്തു. എതിർത്തവർ അതിന് ന്യായം പറഞ്ഞത് ദൈവനാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടന തുടങ്ങിയാൽ നാളെ മറ്റൊരു വിവാദം നമ്മളുടെ രാജ്യത്തുണ്ടാകും. ഏത് ദൈവം? ആരുടെ ദൈവം? ഹിന്ദുമത വിശ്വാസികൾ പറയും ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിലാണ് ഇന്ത്യൻ ഭരണഘടന തുടങ്ങിയിരിക്കുന്നത് എന്ന്. മറ്റു മതവിഭാഗക്കാർ പറയും ഞങ്ങൾ ആരാധിക്കുന്ന ആരാധനാ മൂർത്തിയുടെ നാമത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് ആ വിവാദം ഇന്ത്യയിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ നിർദ്ദേശം തള്ളപ്പെടണം. അങ്ങനെ വോട്ടിനിട്ടാണ് ദൈവനാമത്തിൽ തുടങ്ങണം ഇന്ത്യയുടെ ഭരണഘടന എന്ന നിർദ്ദേശം നമ്മളുടെ രാജ്യം തള്ളിയത്. അത്രയധികം പുരോഗമനപരവും ആധുനികവുമായിട്ടുള്ള ഒരു ഭരണഘടനയാണ് ഇന്ത്യക്ക് രൂപകൽപ്പന ചെയ്തത്. അമേരിക്കയിൽ പോലും ഇന്ത്യൻ ഭരണഘടനക്ക് തത്തുല്യമായ ആശയങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതായി കാണാൻ കഴിയില്ല. ബറാക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞയെ സംബന്ധിക്കുന്ന വാർത്ത വന്നത്. എന്തായിരുന്നു വാർത്ത? ബറാക് ഒബാമ അബ്രഹാം ലിങ്കൺ ഏതൊരു ബൈബിളിൽ തൊട്ടുകൊണ്ടാണോ സത്യപ്രതിജ്ഞ ചെയ്തത് അതേ ബൈബിളിൽ തൊട്ടുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അന്നാണ് നമ്മളിൽ പല ആളുകളും മനസ്സിലാക്കുന്നത്
അമേരിക്കൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ സാധുവാകണമെങ്കിൽ ബൈബിളിൽ തൊട്ടുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യണം. അമേരിക്കൻ ഭരണഘടനയിലാണ് ഈ വ്യവസ്ഥ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അത്തരം ചില നിർദ്ദേശങ്ങളും ഇന്ത്യൻ ഭരണഘടന രൂപീകൃതമാകുന്ന സമയത്ത് പൊങ്ങി വരികയുണ്ടായി. അതും നമ്മളുടെ രാഷ്ട്രശില്പികൾ മുഖവിലക്കെടുത്തില്ല. ബ്രിട്ടനിൽ അവിടുത്തെ ഭരണഘടനയനുസരിച്ച് പ്രൊട്ടസ്റ്റന്റ് മതവിഭാഗക്കാർക്ക് മാത്രമേ, ക്രിസ്ത്യാനിറ്റിയിലെ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പിൽപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ഒക്കെ ആകാൻ സാധിക്കൂ. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഏതൊരാൾക്കും, ഇന്ത്യൻ പൗരനായ ഏതൊരു വ്യക്തിക്കും അതിനുള്ള അർഹതയുണ്ട്, അവകാശമുണ്ട്. അതുകൊണ്ടാണ് എല്ലാ മതസമുദായങ്ങളിൽപ്പെട്ടവരും ജാതി വിഭാഗങ്ങളിൽപ്പെട്ടവരും ഗോത്രവർഗ സമൂഹത്തിൽപ്പെട്ടവരും ഇന്ത്യൻ പ്രസിഡന്റോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ആയത്. ഡോക്ടർ സക്കീർ ഹുസൈൻ, ഡോക്ടർ ഫഖറുദ്ദീൻ അലി അഹമ്മദ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ളവർ, ഡോക്ടർ APJ അബ്ദുൽ കലാം, KR നാരായണൻ ഉൾപ്പെടെയുള്ള അധസ്ഥിത ജനവിഭാഗത്തിൽപ്പെടുന്നവർ, ഗ്യാനി സെയിൽ സിംഗ് അടക്കമുള്ള സിഖ് സമൂഹത്തിൽപ്പെടുന്നവർ, അവരൊക്കെ തന്നെ ഇന്ത്യയുടെ കുഞ്ചിക സ്ഥാനങ്ങളിൽ അവരോധിതരാവുകയുണ്ടായി. ബ്രിട്ടീഷ് ഭരണഘടനയെ നമ്മൾ പല കാര്യത്തിലും സ്വീകരിച്ചെങ്കിലും ബ്രിട്ടീഷ് ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അതിസങ്കുചിതമായിട്ടുള്ള പല നിർദ്ദേശങ്ങളോടും നമ്മളുടെ രാജ്യം വിയോജിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ചിലരെങ്കിലും ചോദിച്ചേക്കാം, നമ്മളിൽ നിന്ന് വേറിട്ട് പോയ പാകിസ്ഥാൻ ഒരു മതാധിഷ്ഠിത രാജ്യമായല്ലോ, എന്തുകൊണ്ട് നമുക്ക് ഒരു മതാധിഷ്ഠിത രാജ്യമായിക്കൂടാ? പാകിസ്ഥാൻ ഒരു മതാധിഷ്ഠിത രാജ്യമായി എന്നുള്ളത് ശരിയാണ്. പക്ഷേ മതാധിഷ്ഠിത രാജ്യമായിട്ടുള്ള പാകിസ്ഥാന് അവരുടെ ഐക്യം നിലനിർത്താൻ അധികകാലം സാധിച്ചില്ല. 90% ഇസ്ലാം മത വിശ്വാസികൾ താമസിക്കുന്ന പാകിസ്ഥാൻ രണ്ടായി പിളർന്നു. മതത്തിന്, വിശ്വാസത്തിന് പാകിസ്ഥാനിലെ ജനങ്ങളെ ഒരു രാഷ്ട്രമാക്കി നിലനിർത്താൻ കഴിഞ്ഞില്ല. 1970-കൾ ആയപ്പോ ബംഗ്ലാദേശിലെ ജനങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇസ്ലാം മത വിശ്വാസികളാണെങ്കിലും പാകിസ്ഥാന്റെ ഉറുദു ഭാഷ അടിച്ചേൽപ്പിക്കുന്ന നിലപാടിനോട് യോജിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ബംഗ്ലാദേശ് ഉൾക്കൊള്ളുന്ന അന്നത്തെ അവിഭക്ത പാകിസ്ഥാനിൽ ബംഗ്ലാദേശ് മേഖലയിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ വാങ്ങി മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന അവിടുത്തെ പ്രമുഖമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ഭൂരിപക്ഷം കരസ്ഥമാക്കി. അപ്പോഴാണ് പാകിസ്ഥാനിലെ ഒരു വിഭാഗം ആളുകൾ പറയുന്നത്, ഞങ്ങളുടെ രാജ്യത്തിന്റെ ദാരിദ്ര്യ മേഖല എന്നറിയപ്പെടുന്ന ഒരു പ്രദേശത്ത് നിന്ന് സീറ്റുകൾ വാരിക്കൂട്ടി മതത്തിന്റെ പേരിൽ, വിശ്വാസത്തിന്റെ പേരിൽ ഇവിടെ ഭരിക്കാമെന്ന് ആരും കരുതണ്ട. മുജീബ് റഹ്മാനെ പ്രധാനമന്ത്രിയായി ഞങ്ങൾ അംഗീകരിക്കില്ല. അവിടെ വലിയ ആഭ്യന്തര കലാപം ആരംഭിച്ചു. അങ്ങനെയാണ് മതാധിഷ്ഠിത രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ രണ്ടായി പിളർന്നത്. നിങ്ങൾ എഴുതി വെച്ചോളൂ, ഇന്ത്യ എന്നെങ്കിലും ഒരു മതാധിഷ്ഠിത രാജ്യമായാൽ ഒരു പിളർപ്പ് ഉറപ്പാണ്. പാകിസ്ഥാന്റെ വിധി എന്താണോ സമാനമായത് നമ്മളുടെ രാജ്യത്തും സംഭവിക്കും. ഒരേ മതക്കാരുള്ള രാജ്യം പിളർന്നെങ്കിൽ എന്തേ ഒരുപാട് മതങ്ങളും വിശ്വാസങ്ങളുമുള്ള ഇന്ത്യ ഐക്യത്തോടെ അഖണ്ഡത നിലനിന്നു? നമ്മൾ ആലോചിക്കണം. നമ്മളുടെ രാജ്യത്തിന്റെ കരുത്താണ് ബഹുസ്വരത എന്ന് പറയുന്നത്. ആ ബഹുസ്വരതയെ തകർക്കുവാനുള്ള നീക്കം ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് തകർക്കുവാനുള്ള നീക്കമാണ്. അത് മനസ്സിലാക്കുവാൻ ഇന്ത്യക്കാർക്ക് കഴിയണം. ലോകം മുഴുവൻ വിശാലമാകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മതത്തിന്റെയും ജാതിയുടെയും
മതിൽക്കെട്ടുകളിൽ നിന്ന് ജനങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ആരാധനാലയങ്ങൾ മറ്റുള്ള മതസമുദായക്കാർക്ക് ആരാധന നടത്താൻ വാടകയ്ക്ക് കൊടുക്കുന്ന ഏർപ്പാട് പോലും ലോകത്തിന്റെ പല ദിക്കുകളിലും ഉദയം കൊണ്ടിരിക്കുന്നു. ഞാൻ അമേരിക്കയിലെ പ്രിൻസ്റ്റൺ സർവകലാശാല സന്ദർശിച്ച സമയത്ത് ആ കോമ്പൗണ്ടിലെ ക്യാമ്പസിലെ ചരിത്രപ്രധാനമായിട്ടുള്ള ക്രിസ്ത്യൻ ചർച്ച് സന്ദർശിക്കുകയുണ്ടായി. ആ ഘട്ടത്തിൽ അവിടുത്തെ ചർച്ചിന്റെ മേലാധികാരി പറഞ്ഞത്, ഞങ്ങളുടെ ചർച്ച് ഞങ്ങളിപ്പോ എല്ലാ മതക്കാർക്കും വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട് എന്നാണ്. ദീപാവലി നാളുകളിൽ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഹൈന്ദവാചാരപ്രകാരം ആഘോഷങ്ങൾ നടത്താൻ, ഇന്ത്യൻ ആചാരപ്രകാരം ആഘോഷങ്ങൾ നടത്താൻ ഞങ്ങൾ ഈ ചർച്ച് വാടകയ്ക്ക് കൊടുക്കും. ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും ഇസ്ലാം മതവിശ്വാസികൾക്ക് അവരുടെ പെരുന്നാൾ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ ചർച്ച് വാടകയ്ക്ക് കൊടുക്കും. സ്വന്തം ആരാധനാലയം മറ്റുള്ളവർക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സംസ്കാരം ലോകത്ത് ഉരുത്തിരിഞ്ഞു വരികയാണ്. ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി അമേരിക്ക സന്ദർശിച്ച സമയത്ത് അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ അവിടുത്തെ പത്രക്കാർ ചോദിച്ചു. അന്ന് ക്രൈസ്തവ ദേവാലയങ്ങൾക്കെതിരെ ഇന്ത്യയിൽ അക്രമം നടക്കുകയും ക്രൈസ്തവ ജനവിഭാഗങ്ങൾക്കെതിരായി നമ്മളുടെ രാജ്യത്ത് പല ദിക്കുകളിലും അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയമാണ്. അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചത്, ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുണ്ട് അമേരിക്കയിൽ. അമേരിക്കയിലെ മൊത്തം ജനസംഖ്യയുടെ 1% ഇന്ത്യക്കാരാണ്. അവരിൽ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രൈസ്തവരുണ്ട്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അമേരിക്കയിലുള്ള ഇന്ത്യക്കാർക്കെതിരായി, ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കെതിരായി, ഇന്ത്യയിൽ നിന്ന് വന്ന മുസ്ലിങ്ങൾക്കെതിരായി, ഇന്ത്യയിൽ നിന്ന് വന്ന സിഖുകാർക്കെതിരായി ഈ രാജ്യത്ത് ഒരു അതിക്രമം നടന്നു എന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു അമേരിക്കൻ പൗരൻ ഒരു ഇന്ത്യക്കാരനായ ഹിന്ദു മതവിശ്വാസിയുടെ മുഖത്തടിച്ചു, ഒരു ഇസ്ലാം മതവിശ്വാസിയെ പ്രയാസപ്പെടുത്തി ബുദ്ധിമുട്ടിച്ചു എന്ന് നിങ്ങൾക്ക് ഒരു സംഭവം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി സാധിക്കുമോ? ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിക്ക് ഒരു ഉത്തരവും പറയാൻ ഉണ്ടായിരുന്നില്ല. ചർച്ചകൾ തകർക്കപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ജയശങ്കർ എന്ന് പറയുന്ന ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം. അവിടുന്ന് പത്രക്കാർ ചോദിച്ചു, അമേരിക്കയിൽ നിരവധി ക്ഷേത്രങ്ങളുണ്ട്, ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന് നേർക്ക് ഒരാള് കല്ലെടുത്തെറിഞ്ഞിട്ടുണ്ട് അമേരിക്കയിൽ എന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ മിസ്റ്റർ ജയശങ്കർ? ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതപരിവർത്തന കേന്ദ്രങ്ങളാക്കുന്നു എന്ന് സംഘ് പരിവാർ ആക്ഷേപിച്ച ഘട്ടത്തിൽ അതിനോടനുബന്ധമായി മറ്റൊരു ചോദ്യവും വിദേശകാര്യമന്ത്രിയോട് അമേരിക്കയിലെ പത്രക്കാർ ചോദിച്ചു. മിസ്റ്റർ ജയശങ്കർ, താങ്കൾ പഠിച്ചത് ഡൽഹിയിലെ പ്രസിദ്ധമായിട്ടുള്ള സെന്റ് സ്റ്റീഫൻസ് കോളേജിലാണ്. ക്രൈസ്തവ പാതിരിമാർ നടത്തുന്ന സ്ഥാപനമാണ് ഡൽഹിയിലെ പ്രശസ്തമായ സെന്റ് സ്റ്റീഫൻസ് കോളേജ്. താങ്കളുടെ പഠന കാലയളവിൽ എപ്പോഴെങ്കിലും മതപരിവർത്തനത്തെക്കുറിച്ച് അവിടുത്തെ ഏതെങ്കിലും ഒരു പാതിരിയായിട്ടുള്ള അധ്യാപകൻ അങ്ങയോട് പറഞ്ഞതായി അങ്ങേക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിക്ക് യാതൊരു ഉത്തരവും നൽകാൻ സാധിച്ചില്ല. ലോകത്തെവിടെയും അങ്ങനെയൊന്നും നടക്കുന്നില്ല. ലോകം മതത്തിനപ്പുറത്തേക്ക് ചിന്തിക്കുകയും കാര്യങ്ങൾ കാണുകയും ചെയ്യുകയാണ്. നമ്മൾ വളരെ സങ്കുചിതമായിട്ട് ചിന്തിക്കുന്നു എന്ന് കരുതുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി അറേബ്യ. ആ സൗദി അറേബ്യയിൽ മതവിരുദ്ധമാണ് എന്ന് അവർ ഇക്കാലം എത്രയും കരുതി പലതിനും നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ആ നിരോധനമൊക്കെ തന്നെ ആ രാജ്യം എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യയിൽ ഇക്കാലം എത്രയും സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല.
ആ നിയമം അവർ മാറ്റി. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് മുസ്ലിം സ്ത്രീകളാണ് അവിടെ ഡ്രൈവർമാരായിട്ട് വന്നത്. മതനിഷിദ്ധമാണ് എന്നുള്ളതിന്റെ പേരിൽ സൗദി അറേബ്യയിൽ തിയേറ്ററുകൾ, സിനിമാശാലകൾ ഇക്കാലം അത്രയും പ്രവർത്തിച്ചിരുന്നില്ല. ആ നിയമം അവർ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞു. 100 കണക്കിന് തിയേറ്ററുകളാണ്, സിനിമാശാലകളാണ് സൗദി അറേബ്യയിൽ പ്രവർത്തനം തുടങ്ങിയത്. കഴിഞ്ഞ 2-3 വർഷം മുമ്പ് വരെ സ്ത്രീകൾക്ക് ഹജ്ജിന് പോകണമെങ്കിൽ സൗദി അറേബ്യയിൽ ഒരു നിയമം നിലനിന്നിരുന്നു. ഒരു സ്ത്രീ ഹജ്ജിന് പോകണമെങ്കിൽ ഒരു പുരുഷന്റെ കൂട്ടുവേണം. രക്തബന്ധത്തിൽപ്പെട്ട കുടുംബക്കാരനായ ഒരു പുരുഷന്റെ കൂട്ടില്ലാതെ ഒരു സ്ത്രീ ഹജ്ജിന് പോകാൻ വേണ്ടി പാടില്ല. ആ നിയമം ആ രാജ്യം മാറ്റി. 4 സ്ത്രീകൾ ഒരുമിച്ച് ഹജ്ജിന് അപേക്ഷിച്ചാൽ ഒരു പുരുഷന്റെയും കൂട്ടില്ലാതെ അവർക്ക് ഇന്ന് ഹജ്ജിന് പോകാൻ വേണ്ടി സാധിക്കുന്നു. സൗദി അറേബ്യ ചരിത്രത്തിൽ ഒരു സ്ത്രീയെ അവരുടെ രാജ്യത്തിന്റെ അംബാസഡറായി, ഹൈക്കമ്മീഷണറായി ലോകത്തിലെ ഒരു രാജ്യത്തേക്കും നിയോഗിച്ചിരുന്നില്ല. 2 വർഷം മുമ്പാണ് റീത്ത ബിൻത്ത് രാജകുമാരിയെ അവര് അമേരിക്കയിലെ അംബാസഡറായിട്ട് നിയമിച്ചത്. ഒരു മദ്യഷോപ്പ് ഇക്കാലം എത്രയുമായിട്ട് സൗദി അറേബ്യയിൽ ഔദ്യോഗികമായി തുറന്നിട്ടുണ്ടായിരുന്നില്ല. ലോകകപ്പ് ഫുട്ബോൾ സൗദി അറേബ്യയിലേക്ക് വരാൻ വേണ്ടി പോകുന്നു എന്നുള്ളതിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ രാജ്യത്ത് വന്ന് ആർക്കെങ്കിലും മദ്യപിക്കണം എന്ന് തോന്നിയാൽ അവർക്ക് മദ്യപിക്കാനുള്ള അവസരം ഉണ്ട് എന്ന് സമൂഹത്തെ, ലോകത്തെ ബോധ്യപ്പെടുത്താൻ ആദ്യത്തെ മദ്യഷോപ്പ് സൗദി അറേബ്യയിൽ തുറന്നു. ഇതാണ് മതാധിഷ്ഠിത രാജ്യങ്ങൾ എന്ന് നമ്മൾ കരുതുന്ന രാഷ്ട്രങ്ങളിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ രാജ്യങ്ങളും വിശാലമാകുമ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ വിശാലമാവുകയല്ല, കുടുസാവുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷ സ്വഭാവം തച്ചു തകർക്കാനുള്ള നീക്കങ്ങളാണ് എങ്ങും എവിടെയും നടക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്ന ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഉത്തരാഖണ്ഡിൽ ചതർധാം തീർത്ഥാടകർക്ക് വഴിയൊരുക്കുന്നതിന്റെ ഭാഗമായി 853 കോടി രൂപ ചെലവിട്ടുകൊണ്ട് അവിടെ ഒരു ടണൽ നിർമ്മിച്ചുകൊണ്ടിരുന്നു. ടണലിന്റെ നിർമ്മാണത്തിനിടക്ക് മണ്ണ് ഇളകി വീണ് 41 തൊഴിലാളികളാണ് 17 ദിവസം കുടുങ്ങിയത്. ജീവിതത്തിനും മരണത്തിനുമിടയിൽ 17 ദിവസം ചെലവിട്ട അവരെ രക്ഷിക്കാൻ ഉത്തരാഖണ്ഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് പല നടപടികളും സ്വീകരിച്ചു. അവസാനം വക്കീൽ ഹസൻ എന്ന് പറയുന്ന ഡൽഹിയിലെ റാറ്റ് മൈനറുടെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ വരുത്തിയാണ് ഈ 41 ആളുകളെ രക്ഷിച്ചത്. അന്ന് നരേന്ദ്രമോദി വക്കീൽ ഹസനെ കുറിച്ച് പറഞ്ഞത് ഹി ഈസ് അവർ നാഷണൽ ഹീറോ എന്നാണ്. ആ നാഷണൽ ഹീറോ കുറച്ച് ദിവസം കഴിഞ്ഞ് രാവിലെ വീട്ടിൽ നിന്ന് പോന്ന് വൈകുന്നേരം വീട്ടിലെത്തിയപ്പോ അദ്ദേഹത്തിന്റെ വീട് തകർത്ത് നിലംപരിശാക്കിയിരിക്കുന്നു. 41 മനുഷ്യരുടെ ജീവൻ, സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് രക്ഷിച്ച വക്കീൽ ഹസന്റെ വീട് ഡൽഹിയിലെ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിനുള്ള ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാർ വന്ന് ഇല്ലീഗലായി, നിയമവിരുദ്ധമായി പണിതിരിക്കുന്ന വീടാണ് എന്ന് പറഞ്ഞ് ആ വീട് ബുൾഡോസർ വെച്ച് തകർത്തിരിക്കുകയാണ്. പത്രങ്ങളിൽ വാർത്ത വന്നത് വളരെ ചെറിയ വാർത്തയാണ്. നമ്മളുടെ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. നമ്മളുടെ രാഷ്ട്രത്തിന്റെ ഇപ്പോഴത്തെ വർത്തമാന സ്ഥിതിവിശേഷങ്ങളാണ് ഇതെല്ലാം. ആ സ്ഥിതിവിശേഷങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് നമ്മൾ ഒരു പൊതുതെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യ മതനിരപേക്ഷതക്ക്, ബഹുസ്വരതക്ക് പേരുകേട്ട രാജ്യമാണ്. ഇന്ത്യയിൽ ഒരു മതത്തിനും യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും ഇക്കാലം എത്രയും വെച്ചിട്ടില്ല. ഇന്ത്യയിൽ എല്ലാ മതസമുദായക്കാർക്കും
സ്വതന്ത്രമായി വിഹരിക്കാം, ജീവിക്കാം. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമ്മളുടെ രാജ്യത്ത് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സംഘപരിവാരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ അടുത്ത് യു പിയിൽ പോയിരുന്നു. യു പിയിൽ 5 MLA-മാരെയാണ് അവിടുത്തെ യോഗിയുടെ സർക്കാർ ജയിലിൽ അടച്ചിരിക്കുന്നത്. 5 SP-യുടെ അവിടെ സ്വാധീനമുള്ള മുസ്ലിം MLA-മാരെയാണ് യോഗിയുടെ ഗവൺമെന്റ് ജയിലിൽ അടച്ചിരിക്കുന്നത്. അങ്ങനെ തുടങ്ങി ജനപ്രതിനിധികൾക്ക് പോലും യാതൊരു തരത്തിലുള്ള സംരക്ഷണവും നമ്മളുടെ രാജ്യത്ത് കിട്ടുന്നില്ല. ആ ഒരു നിലയിലേക്ക് രാജ്യം പോയാൽ ഇന്ത്യയുടെ ഇന്നത്തെ സൽകീർത്തി തച്ചുടക്കപ്പെടും. യാതൊരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. നമ്മളുടെ രാജ്യം ഒറ്റപ്പെടുത്തപ്പെടും ലോകത്ത് നിന്ന്. പൗരത്വത്തിന് മതം മാനദണ്ഡമാക്കുന്ന രാജ്യം എന്നുള്ള അപഖ്യാതി ഇന്ത്യക്ക് ഇതിനകം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. CAA നടപ്പിലാക്കും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ത്യ ഗവൺമെന്റ്. പാകിസ്ഥാനിൽ നിന്ന്, ബംഗ്ലാദേശിൽ നിന്ന്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്ത എല്ലാ മതവിഭാഗക്കാർക്കും രേഖകൾ നൽകി അവരെ ഇന്ത്യയുടെ പൗരന്മാരാക്കും. എന്നാൽ മുസ്ലിങ്ങൾക്ക് മാത്രം അത് നൽകില്ല. ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറി പാർക്കുന്ന ഹിന്ദുമത വിശ്വാസികൾക്ക് എന്താണ് പൗരത്വം കൊടുക്കും എന്ന് ഈ പൗരത്വ ഭേദഗതി നിയമത്തിൽ ഇല്ലാത്തത്? അതുപോലെ തന്നെ ഇന്ത്യയുടെ അടുത്ത അയൽ രാജ്യങ്ങൾ, അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ അയൽ രാജ്യം പോലുമല്ല. ഇന്ത്യയുടെ അതിർത്തി എവിടെയും പങ്കിടാത്ത രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ആ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്ത എല്ലാവർക്കും പൗരത്വം കൊടുക്കും, മുസ്ലിങ്ങൾക്കൊഴികെ എന്നാണ് പറയുന്നത്. ഇത് വലിയ പ്രയാസവും ബുദ്ധിമുട്ടും യുദ്ധസമാനമായ സാഹചര്യങ്ങളും ഉത്തരേന്ത്യയിൽ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അവിടെ രേഖകൾ എത്ര പേർക്കുണ്ടാകും? 952 മുമ്പ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നു എന്നുള്ളതിന് രേഖകൾ ഉണ്ടാവണം. ആ രേഖകൾ എത്ര പേർക്കുണ്ട്? നമ്മളുടെ പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി KS ഹംസ നമ്മളുടെ ഈ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇന്ന് ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലും വോട്ടർമാരെ കണ്ടാണ് നമ്മളുടെ ഈ കൺവെൻഷനിലേക്ക് കടന്നു വരുന്നത്. ഇത് കഴിഞ്ഞ് അദ്ദേഹത്തിന് തിരൂരങ്ങാടി നിയോജക മണ്ഡലം കൺവെൻഷനിലും സംബന്ധിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, യുദ്ധസമാനമായ സാഹചര്യമാണ് ഉത്തരേന്ത്യയിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. 1952 മുമ്പ് ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു, എൻ്റെ പിതാവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് തെളിയിക്കാനുള്ള രേഖ നമ്മളുടെ നാട്ടിൽ തന്നെ നോക്കിയാൽ എത്ര പേർക്ക് കിട്ടും? നമുക്കറിയാമല്ലോ, നമ്മളുടെ നാട്ടിൽ എന്ന് മുതൽക്കാണ് ഭൂമിയുടെ ഉടമസ്ഥന്മാരായത് ഇവിടുത്തെ പാവപ്പെട്ടവരും സാധാരണക്കാരും. 1957 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വന്നതിന് ശേഷം കുടിയാന്മാരെ കുടിയൊഴിപ്പിക്കുന്നത്, അകാരണമായി കുടിയൊഴിപ്പിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള നിയമം കൊണ്ടുവന്നതിന് ശേഷമാണ് നമ്മളുടെ നാട്ടിൽ ആളുകൾ ഭൂമിയുടെ ഉടമസ്ഥാവകാശികളായത്. അതുവരെ നമുക്കാർക്കും, നമ്മളുടെ പൂർവ്വപിതാക്കന്മാർക്കൊന്നും ഭൂമി ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ സ്ഥിതി ഇതാണെങ്കിൽ ഉത്തരേന്ത്യയിലെ സ്ഥിതി എന്താകും? അപ്പൊ 52 മുമ്പ് ഞാൻ ഇവിടെ താമസിച്ചിരുന്നു എന്ന് തെളിയിക്കാനുള്ള രേഖകളിൽ പ്രധാനമാണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം. അത് കേരളത്തിൽ പോലും ഉണ്ടാകുന്നത് 1958 ശേഷമാണ്. എന്റെ പിതാവിന്റെ ആധാരമെടുത്ത് പരിശോധിച്ചാൽ ഞങ്ങൾക്ക് ഭൂമി ഉണ്ടായത് അതിനുശേഷമാണ്. കുടിയാന്മാരായിരുന്നു. ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഇവിടുത്തെ സവർണ വിഭാഗത്തിന് മാത്രമായിരുന്നു.
ഇവിടത്തെ അധസ്ഥിതരായിട്ടുള്ള ഹിന്ദു വിഭാഗങ്ങളിൽ പെടുന്നവരും അതുപോലെ തന്നെ മാപ്പിള കമ്മ്യൂണിറ്റിയും മുസ്ലിം സമൂഹവും മഹാഭൂരിഭാഗവും കുടിയാന്മാരായിരുന്നു. ആ കുടിയാന്മാർക്ക് ഭൂമി കിട്ടുന്നത് EMSന്റെ ഭരണകാലത്താണ്, 58-ൽ. ഞങ്ങളോട് പോലും 52-ന് മുമ്പ് ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിന് രേഖകൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് രേഖകൾ ഉണ്ടാക്കും? ഇതാണ് നമ്മളുടെ രാജ്യത്തിന്റെ പല ഭാഗത്തുമുള്ളത്. പാവപ്പെട്ട സാധാരണക്കാരായ, യാതൊന്നിനും നിവൃത്തിയില്ലാത്ത, 1 ഇഞ്ച് ഭൂമിയില്ലാത്ത ലക്ഷക്കണക്കിന് മനുഷ്യരെ രാജ്യത്ത് നിന്ന് ആട്ടിയോടിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. CAA നിയമം വരുമ്പോ വലിയ തരത്തിലുള്ള സംഘർഷങ്ങളും കലാപങ്ങളും ഉത്തരേന്ത്യയിൽ വ്യാപകമായിട്ട് നടക്കും. ഒരു തർക്കവും വേണ്ട. അങ്ങോട്ടാണ് ഈ രാജ്യത്തെ കൊണ്ടുപോകുന്നത്. കേരളത്തിൽ അത് നടപ്പാക്കില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. ഈ തവനൂരിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമം പാസാക്കിയാൽ അത് കേരളത്തിൽ മാത്രം എങ്ങനെ പാസാക്കാതിരിക്കും എന്നാണല്ലോ ചോദിക്കുന്നത്. മുമ്പ് പാകിസ്ഥാനിലേക്ക് പോയ ആളുകളുണ്ട്. രാജ്യം വിഭജിക്കപ്പെടുന്നതിന് മുൻപ് ലാഹോറിലും കറാച്ചിയിലുമൊക്കെ പണിയെടുത്തിരുന്ന ആളുകൾ. അവര് രാജ്യം വിഭജിക്കപ്പെട്ടതിന് ശേഷം ഇങ്ങോട്ട് തിരിച്ചു വന്നവരും തിരിച്ചു വരാത്തവരുമുണ്ട്. തിരിച്ചു വരാതെ അവിടെ തന്നെ നിന്ന ആളുകളുണ്ട്. അവരെന്ത് ചെയ്തു? ഇവിടത്തെ അവരുടെ സ്വത്തൊക്കെ മറ്റുള്ളവർക്ക് വിറ്റു. അങ്ങനെ വിറ്റ സ്വത്ത് 8 തവണ അല്ലെങ്കിൽ 9 തവണ കൈമാറിയ സ്വത്ത് പോലും പഴയ പാകിസ്ഥാനി പൗരന്റേതാണെങ്കിൽ അത് കണ്ടുകെട്ടാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. നമ്മളുടെ ഈ തവനൂർ പഞ്ചായത്തിൽ പോലും നിരവധി കുടുംബങ്ങളുണ്ട്. ഇന്ന് അവിടെയൊക്കെ താമസിക്കുന്നത് പാവപ്പെട്ട ഹൈന്ദവ സമുദായത്തിൽപ്പെടുന്ന ആളുകളാണ്. അവരോട് ഒഴിഞ്ഞു പോകാൻ വേണ്ടി പറയുകയാണ്. കേരളത്തിന്റെ റവന്യൂ വകുപ്പ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ കാര്യത്തിൽ ഞങ്ങളുടെ അഭ്യർത്ഥന അനുസരിച്ചുകൊണ്ട് മീറ്റിംഗ് വിളിച്ചു. അത്തരത്തിലുള്ള ഒഴിപ്പിക്കലൊന്നും ഇവിടെ നടത്തേണ്ട എന്ന് തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ നിൽക്കുന്നത്. ഏത് നിയമവും കേരളത്തിലെ സർക്കാർ അത് നടപ്പിലാക്കേണ്ട എന്ന് തീരുമാനിച്ചാൽ ഒരു പരിധിവരെ അത് നടപ്പിലാക്കാതിരിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. ആ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന് എന്തിനാണ് സംശയം? ഇവിടെ അതൊന്നും നടപ്പിലാക്കില്ല. ഇതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തവണ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് പോകണം എന്ന് പറഞ്ഞത്. ചുളി തീർത്ത് പറയാൻ നമുക്കേ കഴിയൂ, നമ്മളുടെ പ്രതിനിധികൾക്കേ സാധിക്കൂ. ഇന്ത്യയുടെ രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസിന്റെ ശബ്ദം ലോകം കേൾക്കുന്നു. ഇവിടുത്തെ മാധ്യമങ്ങൾ മറച്ചു വെക്കുന്നത് നോക്കണ്ട. ലോകോത്തര മാധ്യമങ്ങൾ ജോൺ ബ്രിട്ടാസിന്റെ പ്രസംഗങ്ങളും പ്രസ്താവനകളും എത്ര പ്രാധാന്യത്തോടു കൂടിയാണ് പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ജോൺ ബ്രിട്ടാസ് ഒരു ദിവസം രാജ്യസഭയിൽ നടത്തിയ പ്രസംഗം കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോയ 18 MP-മാർ ഈ 10 കൊല്ലം കൊണ്ട് നടത്തിയിട്ടുണ്ടോ? ഈ 10 കൊല്ലം കൊണ്ട്. ആരിഫ്, അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള CPM-ന്റെ ഏക MP ആണ്. NIA നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ നിയമം കൊണ്ടുവന്നപ്പോ അതിനെതിരായി വോട്ട് ചെയ്ത ഏക വ്യക്തി കേരളത്തിൽ നിന്ന് AM ആരിഫാണ്. NIA നിയമം, CAA നിയമമല്ല, പൗരത്വ ഭേദഗതി നിയമമല്ല, NIA നിയമം. NIA നിയമം എന്ന് പറഞ്ഞാൽ ഏതൊരാളെയും ദേശദ്രോഹത്തിന്റെ പേരിൽ രാജ്യത്തിന്റെ എവിടെ നിന്നും പിടികൂടി ഒരു വിചാരണയുമില്ലാതെ അനന്തകാലം തടവിൽ പാർപ്പിക്കുവാനുള്ള നിയമ ഭേദഗതിയാണ് NIAക്ക് കൊണ്ടുവന്നത്. ആ നിയമ ഭേദഗതിക്കെതിരായി കോൺഗ്രസ് അനുകൂലിച്ചാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അനുകൂലിച്ച്, വിട്ടുനിൽക്കുക പോലുമല്ല, അനുകൂലിച്ച് വോട്ട് രേഖപ്പെടുത്തി. മുസ്ലിം ലീഗ് പാർലമെന്റിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. കോൺഗ്രസിനെതിരായി വോട്ട് രേഖപ്പെടുത്തി എന്ന ദുഷ്പേരൊഴിവാക്കാൻ കോൺഗ്രസിന്റെ കൂടെ നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ സ്വഭാവം തകർക്കാൻ എങ്ങനെ സാധിക്കും മുസ്ലിം ലീഗിന്? ലീഗിന്റെ ഏറ്റവും പ്രഗത്ഭനായ പ്രഭാഷകനാണ് ഇവിടെ മത്സരിക്കുന്നത്. വിവിധ ഭാഷകളിൽ പ്രൗഢോജ്വലമായി സംസാരിക്കാൻ കഴിയുന്ന വ്യക്തി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മൂക്കിന് നേരെ വിരൽ ചൂണ്ടി, അമിത്ഷാക്കെതിരെ വിരൽ ചൂണ്ടി
എത്ര പ്രസംഗങ്ങൾ അദ്ദേഹം പാർലമെന്റിൽ നടത്തിയിട്ടുണ്ട്? അറിയാത്തത് കൊണ്ടാണോ? വിഷയങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണോ? അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഭാഷയിലും ഉറുദു ഭാഷയിലും ഹിന്ദുസ്ഥാനിയിലും പ്രാവീണ്യമില്ലാത്തത് കൊണ്ടാണോ? ആർക്കും കഴിയുന്നില്ല. കഴിയുന്നത് ഇടതുപക്ഷത്തിന്റെ ഈടിപ്പേടിയില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എംപിമാർക്കും ജനപ്രതിനിധികൾക്കുമാണ് എന്നുള്ളത് അവിതർക്കിതമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ എംപിമാര് പോകണം എന്ന് പറയുന്നത്. പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന KS ഹംസ, അദ്ദേഹം നമ്മളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാർലമെന്റിലേക്ക് പോകാൻ ഏറ്റവും യോഗ്യനും യോജ്യനുമായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരിക്കെയാണ് ലീഗിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. മുൻ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി UA ബീരാൻ സാഹിബ് മാത്രമാണ് മുസ്ലിം ലീഗിന് ഇതിനു മുൻപ് ഒരു ഓർഗനൈസിംഗ് സെക്രട്ടറി ഉണ്ടായിട്ടുള്ളത്. ബീരാൻ സാഹിബിന് ശേഷം സംസ്ഥാന മുസ്ലിം ലീഗിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി പ്രവർത്തിക്കവേ ഹൈദരലി ശിഹാബ് തങ്ങളുടെ വീട്ടിൽ ED വന്ന് പരിശോധന നടത്തി. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഹൈദരലി തങ്ങളെ ED അവരുടെ മുന്നിൽ ചോദ്യങ്ങളുടെ ശരങ്ങളെയ്തുകൊണ്ട് ഇരുത്തിയതിനെതിരായി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ആഞ്ഞടിച്ചു KS ഹംസ. അതിനാണ് KS ഹംസയെ മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കിയത്. അദ്ദേഹത്തിന് ലീഗിൽ നിന്ന് പുറത്താക്കുമ്പോൾ കൊടുത്ത നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് ലീഗിന്റെ ഉന്നതാധികാര സമിതിയിൽ പങ്കെടുത്തുകൊണ്ട് നേതൃത്വത്തിനെതിരായി വിമർശനങ്ങൾ നടത്തി എന്നാണ്. അതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ടയാളാണ്, അല്ലാതെ അഴിമതി നടത്തിയതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ടയാളല്ല മുസ്ലിം ലീഗിൽ നിന്ന് KS ഹംസ. അധാർമിക പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ടയാളല്ല KS ഹംസ മുസ്ലിം ലീഗിൽ നിന്ന്. ന്യായമായ ചോദ്യം ചോദിച്ചു, അങ്ങനെ പുറത്താക്കപ്പെട്ട വ്യക്തിയാണ്. ഈ വിനീതനും പുറത്താക്കപ്പെട്ടത് ആ ചോദ്യങ്ങൾ ചോദിച്ചതിനാണല്ലോ. KS ഹംസയെ ചുറ്റികരിവാൾ നക്ഷത്രമടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ നമുക്ക് വിജയിപ്പിക്കണം. അതിന് നിങ്ങൾ എല്ലാവരും കൈമെയ് മറന്ന് അധ്വാനിക്കണം, പ്രവർത്തിക്കണം. നമ്മൾ വെറുതെ ഇരുന്നാൽ പോരാ. റംസാൻ മാസമാണ്. റംസാൻ മാസത്തിൽ പ്രവർത്തനം മന്ദീഭവിച്ചു പോകാൻ പാടില്ല. ശക്തമായിട്ട് തന്നെ നമ്മൾ സടകുടഞ്ഞെണീറ്റ് പ്രസംഗിക്കണം, പ്രവർത്തിക്കണം. എല്ലാ ആളുകളിലും ഈ സന്ദേശം എത്തിക്കണം. എന്തിന് ഇടതുപക്ഷം പാർലമെന്റിലേക്ക് പോകണം എന്നുള്ളതിന്റെ പ്രസക്തി, പ്രാധാന്യം ധരിപ്പിക്കണം. എല്ലാ ജനവിഭാഗങ്ങൾക്കും, ഹിന്ദുക്കൾക്ക്, മുസ്ലിങ്ങൾക്ക്, ക്രൈസ്തവർക്ക്, സിഖുകാർക്ക്, ഒരു മതത്തിലും വിശ്വസിക്കാത്തവന് എല്ലാവരുടെയും ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടുന്നതിന് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ ശബ്ദിക്കാൻ കെൽപ്പുള്ളത് ഇടതുപക്ഷ കക്ഷികൾക്ക് മാത്രമാണ്. കാരണം അവർ മാത്രമാണ് മതാതീതമായി ചിന്തിക്കുന്നത്, അവർ മാത്രമാണ് ജാതിക്കതീതമായി ചിന്തിക്കുന്നത്, അവർ മാത്രമാണ് രാജ്യത്തെ ഒരു ക്യാൻവാസിൽ ഒറ്റക്കെട്ടായി കാണുന്നത്. മറ്റുള്ളവർ ആരും അതിന് മെനക്കെടുന്നില്ല. പലപ്പോഴും അവർ കോംപ്രമൈസ് ചെയ്യുകയാണ്. അപ്പൊ പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് KS ഹംസയെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങൾ എല്ലാവരും നേതൃത്വം നൽകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തവനൂർ നിയോജക മണ്ഡലത്തിന്റെ ഈ പ്രവർത്തക കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.